നമസ്തേ, ഞാൻ ഡോക്ടർ സജു സാമുവൽ ജേക്കബ്, അപ്പോളോ എഡ്ലക്സ് ഹോസ്പിറ്റൽ അങ്കമാലിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനും മെഡിക്കൽ സൂപ്രണ്ടൻറ്റുമാണ്. ജൂൺ മാസം വന്നല്ലോ. ജൂൺ മാസത്തിന് എന്താ പ്രത്യേകത? ജൂൺ വരുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കൂൾ തുറക്കും. അതിൻ്റെ കൂടെ നമ്മുടെ കേരളത്തിൽ മഴയും തുടങ്ങും. അപ്പം മഴ മാസത്തിൽ സ്കൂൾ പോക്ക്, അതിൻ്റെ കൂടെ ഈ മഴമാസം സംബന്ധിച്ചുള്ള രോഗങ്ങൾ, ദാറ്റ് ഈസ് ദ മോൺസൂൺ റിലേറ്റഡ് ഡിസീസസിനെ പറ്റി ഒരു ചെറിയ ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ പോകുന്നതും അതിൻ്റെ കൂടെ അവിടെ പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോഴും അവരുടെ സ്കൂളിലോട്ടുള്ള യാത്ര, തിരിച്ചു വരുന്നുള്ള യാത്ര, ആ സമയത്ത് മഴ നനയാനും എപ്പോഴും നമുക്ക് കാണാറുണ്ട്. 2 മാസം വെക്കേഷൻ കഴിഞ്ഞിട്ടാണല്ലോ കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. ആ സമയത്ത് രോഗങ്ങൾ കാണുകയില്ല. വെക്കേഷനൊക്കെ നല്ലതായിട്ട് അടിച്ചു പൊളിച്ചൊക്കെ കറങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അമ്മമാരൊന്ന് പറയും, സാറേ ഒരാഴ്ച സ്കൂളിൽ പോയതേ ഉള്ളൂ, വീണ്ടും പനിയായി, ചുമയായി. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, ഈ ബുദ്ധിമുട്ടുകളിനെ എങ്ങനെ നമുക്ക് വരാതെ നമ്മുടെ കുട്ടികളെ കൂടുതൽ അക്കാഡമിക് ബ്രില്യൻസിലോട്ട് കൊണ്ടുപോകാം, അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മഴമാസ രോഗങ്ങളെപ്പറ്റി സംസാരിക്കുമ്പം ഇത് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ബേസിക്കലി അതിന് 3 റൂട്ടുണ്ട്. നമ്മളത് മെഡിക്കലി പറയുവാണെങ്കിൽ, ഒന്ന് ഫുഡ് ബോൺ ഓർ വാട്ടർ ബോൺ, വെള്ളം അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടെ പകരുന്നത്. സെക്കൻഡ് എയർ ബോൺ, നമ്മൾ ശ്വാസത്തിൽ കൂടെ പകരുന്നത്. 3 വെക്ടർ ബോൺ. വെക്ടർ ബോൺ എന്ന് പറഞ്ഞാൽ കൊതു കാരണോ അല്ലെങ്കിൽ അങ്ങനെ ഈച്ചകൾ കാരണോ പകരുന്നത്. ഈ 3 മെക്കാനിസത്തിലും നമുക്ക് ഈ മഴ മാസത്തിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി ഒന്നൊന്നായിട്ട് നമുക്കിതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. മഴമാസക്കാലത്തിൽ നമ്മൾ ഭക്ഷണം പരമാവധി വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം. ഭക്ഷണം നല്ല വൃത്തിയുള്ള ഭക്ഷണമായിരിക്കണം. എന്നിട്ട് പിള്ളേരോട് ചൂടോടെ തന്നെ കഴിക്കണമെന്ന് പറയണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിനെ പറ്റിയാണ്. നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ. എന്നാന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ വാട്ടർ ലോഗിങ് കാരണം മിക്ക സ്ഥലങ്ങളിലും ഫുഡ് സംബന്ധിച്ചുള്ളത് അല്ലെങ്കിൽ വെള്ളം സംബന്ധിച്ചുള്ള ഇൻഫെക്ഷൻസ്, ടൈഫോയിഡ്, ഡിസെൻട്രി, അങ്ങനത്തെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭക്ഷണം സംബന്ധിച്ച് നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. രണ്ടാമത്തെ വെക്ടർ ബോൺ, കൊതു, ഈച്ച. ഈ വെക്ടേഴ്സ് കാരണം വരുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഡെങ്കു, മലേറിയ, ചിക്കൻ ഗുനിയ, ഇങ്ങനത്തെ രോഗങ്ങളാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പം കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കൊതുവായിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കുക. നമ്മുടെ വീടും നമ്മുടെ സ്കൂളും നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കെട്ടാത്ത വിധത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം കൊതുക്കട് പെരുകാതിരിക്കും. കൊതുകട് കുറവായാൽ നമുക്ക് ഈ രോഗങ്ങൾ കുറവായിട്ടേ വരുള്ളൂ. മൂന്നാമത്തേതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എയർ ബോൺ. നമുക്ക് ശ്വാസം കൊണ്ട് പകരുന്ന രോഗങ്ങൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ രോഗമാണ്. അപ്പം സ്കൂളിൽ പോയ വഴി സ്കൂൾ ബസ്സിൽ ഒരു കുട്ടിക്ക് ചുമയുണ്ടായിരുന്നു, 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ കുട്ടിക്ക് വരും. കൂടെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടിക്കുണ്ടായിരുന്നു, ചുമ കാരണം അത് പകർന്നു വരും. അപ്പോൾ അത് തടയാനായിട്ട് നമുക്കിപ്പം നാടുകളിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറഞ്ഞ കാര്യം കിട്ടും. ഈ വാക്സിൻ എടുത്താൽ നമുക്ക് പിള്ളേർക്ക് ഇങ്ങനത്തെ ഇൻഫ്ലുവൻസ പോലത്തെ ശ്വാസം വഴി പകരുന്ന രോഗങ്ങൾ നല്ല രീതിയിൽ തടയാൻ പറ്റും. അപ്പം ബേസിക്കായിട്ട് ഈ ജൂൺ മാസം പിള്ളേർ നല്ല ഉത്സാഹത്തോടെ സ്കൂളിലോട്ട് മടങ്ങുമ്പോൾ അവർക്ക് രോഗം വന്ന് അവരുടെ അക്കാഡമിക് കരിയറിനെ പുറകോട്ട് വലിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇപ്പം നമ്മൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമസ്തേ.